നന്നായിരുന്നു, വെരി ഗുഡ്, അടിപൊളി. ഷൈനകത്തിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഷൈനകം നൈസ് നൈസ്, വെരി നൈസ്, അടിപൊളി, കണ്ടിരിക്കണം. പ്ലീസ് വാച്ച്, യു ലൈക്ക് ഇറ്റ്. നൈസ് ആക്ഷൻ, ലവ്ലി ലവ്ലി. അല്ല, ഞാൻ സിനിമയിൽ അഭിനയിച്ച ആളാണ്. അപ്പോൾ ഞാൻ വളരെ ഒരു തിയേറ്റർ പടമാണ്. തിയേറ്ററിൽ തന്നെ കണ്ട് എല്ലാവരും ആഘോഷിക്കുക. താങ്ക് യു. പടം നല്ല അടിപൊളിയായിട്ടുണ്ട്. പടം നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ട്സിൻ്റെ കഥ പറയുന്ന ഒരു തമിഴ് പശ്ചാത്തലത്തിൽ ചെയ്യുന്നൊരു പടമാണ്. അതുപോലെ ചതി, അതിൻ്റെ കാര്യങ്ങളും വില്ലന്മാരുടെ പെർഫോമൻസും കുറേ കാലത്തിന് ശേഷം മലയാളത്തിലൊരു കൂട്ടുകാരുടെ കഥ പറയുന്നൊരു പടം വന്നിരിക്കുന്നതാണത്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഡാൻസ്, മ്യൂസിക് സായുടെ പറയാനില്ലല്ലോ. സായുടെ ആൾറെഡി ഈ ജാലക്കാരി ഹിറ്റാണ്. മ്യൂസിക്കും ആക്ഷൻസും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലന്മാരുടെ പെർഫോമൻസ് നന്നായിട്ട്. ബാക്കി ഇവരുടെ ആൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, പടം എടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെ എനിക്കതിന് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടെ നല്ലൊരു പടമാണ്. സംഭവം കണ്ടോണ്ടിരിക്കാനാണ്. 100 കോടി എത്തുന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല അതിനെപ്പറ്റി. ബാക്കി എല്ലാവരും കൂട്ടായ്മയിൽ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പിന് നന്നായി എടുത്തിട്ടുണ്ട്. അതിൽ ചതി വഞ്ചന കാര്യങ്ങളെല്ലാം കൂടെ മിക്സായി ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ആക്ഷൻസും വില്ലന്മാരും എല്ലാവരും വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടോണ്ടിരിക്കാൻ ഒരു നല്ലൊരു പടം കണ്ടോണ്ടിരിക്കാനുള്ള മൂവി നന്നായിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു വേഷം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഷൈനിയൻ ചേട്ടനും ശാന്തനു ചേട്ടനും എല്ലാം കൂടി ഫ്രണ്ട്ഷിപ്പും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. പിന്നെ സായി ചേട്ടൻ്റെ മ്യൂസിക്കൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മാസ് സീനും ഫൈറ്റ് സീനൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതും കൂടാതെ വേറെ കുറേ പടങ്ങളിലും ചെയ്തിട്ടുണ്ട്. മലയാളി ഫ്രം ഇന്ത്യയിൽ നിവിൻ പോളി ചേട്ടൻ്റെ ചെറുപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്രാനി ദി ഗ്രാൻഡ്മാറിൻ്റെ മൂവിയിൽ മെയിൻ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഷർഫുദ്ദീൻ ചേട്ടൻ്റെ പുതിയ പടം വരുന്നുണ്ട്, പെറ്റ് ഡിറ്റക്റ്റീവ്. അതിൽ ഷർഫുദ്ദീൻ ചേട്ടൻ്റെ ചെറുപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പടം മൊത്തത്തിൽ സൂപ്പറാണ്. താങ്ക് യു. ആദ്യത്തെ സിനിമയിൽ തന്നെ ലീഡ് റോളായിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ജക്സന് 100% സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ, ഇവൻ കഴിവുള്ള കലാകാരനാണ്. ഇവൻ ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളിൽ ഇവനെ മുഖം കാണാൻ പറ്റും. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് പ്രേക്ഷകർ പറയട്ടെ. എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് പടമാണ് എൻ്റെ. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാലും ഇത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ചെയ്യേണ്ട പെർഫോമൻസ് കണ്ടില്ലേ, രക്ഷയില്ല. അതെ, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥയാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് അങ്ങനെ ഒരു, പിന്നെയാണ് അതിന് വേറെ പരിപാടി. 4 അതെ, നല്ലൊരു ഷൂട്ട് നടക്കുന്ന സമയത്ത് 92 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഒരു റൂമിലാണെങ്കിലും എല്ലാവരും അവർ ഷെയ്ൻ ചേട്ടനാണെങ്കിലും ശാന്തനാണ് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പക്ഷേ ഞാൻ പുതിയതായിട്ട് വന്ന അങ്ങനെ ഒരു രീതി ഒന്നും കാണിച്ചിട്ടില്ല. ഭയങ്കര കമ്പനിയായിട്ട് നമ്മളെ ഒരു അനിയനെ പോലെ തന്നെ കൊണ്ടുവരുന്ന അങ്ങനെ പരിപാടിയായിരുന്നു. സായി എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിനെ പറ്റി ഒന്നും പറയാനില്ല, തകർപ്പനാണ്. എന്ന് വെച്ചാൽ ആ പടം ലാസ്റ്റ് വരെ കൊണ്ടുപോകണം മൂപ്പരാണ്. പെർഫോമൻസ് അതിനൊത്ത് ആ മ്യൂസിക്കും പോകുന്നുണ്ട്. പുള്ളിയുടെ ആദ്യത്തെ മലയാളം പടം, ആദ്യത്തെ പടമാണ്. തകർത്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും സത്യം പറയാലോ, ഒരുപാട് സന്തോഷമായി. ഷൈനൊക്കെ ഈ ഇതിലിങ്ങോട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് അതിനൊരു വലിയ ഭാഗ്യമാണ്. എന്താ നന്നായിട്ടുണ്ട്. ലാസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് സങ്കടമായി. അത് പറയാൻ പാടില്ല, അത് പറഞ്ഞതിൻ്റെ പോയി. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ചിങ്. മൂവി തിയേറ്ററിൽ തന്നെ കാണുക. ആരുടെ എന്ത് വാക്ക് കേട്ടിട്ട് അങ്ങനെ കാണുക. അത്ര എല്ലാവരും നന്നാണ്. ഒരേ പുളി. നമ്മള് വെറുതെ പറയില്ല, ലോകം 300 കോടി അത്രയൊന്നും ഇല്ലെങ്കിൽ ഇത് ഒരു 400 കോടി ലെവലുണ്ടാവും. അത്രേ ഉള്ളൂ. സൂപ്പർ മൂവിയാണ്. ധൈര്യമായിട്ട് പോട്ടെ.